കനത്ത മഴയിൽ വെള്ളിനേഴി ഞാളാകുറിശ്ശിയിൽ പാടത്ത് വെള്ളം കയറി ചേനകൃഷിയും വാഴകൃഷിയും നശിച്ചു. തോട് കരകവിഞ്ഞാണ് പാടത്ത് വെള്ളം കയറിയത്. പ്രദേശത്തു കൂടി ഒഴുകുന്ന മുണ്ടുപാലം കരകവിഞ്ഞാണ് വെള്ളിനേഴി ഞാളാകുറിശ്ശിയിൽ കൃഷിനാശമുണ്ടായത്. പാടത്ത് വെള്ളം കയറി ഏക്കർ കണക്കിന് ചേന, വാഴ കൃഷികളാണ് നശിച്ചത്. പാടശേഖര സമിതി സെക്രട്ടറി വെട്ടത്ത് രാധാകൃഷ്ണന്റെ ചേനകൃഷിയും കർഷകനായ കെ ഹരിദാസന്റെ വാഴകൃഷിയുമാണ് നശിച്ചത്. ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ടിറക്കിയ ചേന, വാഴ കൃഷികളാണ് നശിച്ചത്. തോടിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് പാടത്ത് വെള്ളം കയറാൻ ഇടയാക്കിയതെന്ന് കർഷകർ പറഞ്ഞു. ഒരുപാട് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തോടിൻ്റെ സൈഡൊന്ന് ശരിയാക്കണം എന്നുള്ളത്. അതിപ്പോൾ പഞ്ചായത്തിനോട് കഴിഞ്ഞ കമ്മിറ്റിയിലും കൂടി ഞാൻ ആ കാര്യം ഉന്നയിച്ചാണ് തോടിൻ്റെ സൈഡ് കെട്ടി ശരിയാക്കണം, തോട്ടിൽ വെള്ളം വല്ലാതെ കിടക്കിട്ട് വെള്ളം കണ്ടിട്ട് കൃഷി നശിക്കും എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാന്ന് പറയാന്നല്ലാണ്ട് അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും നടത്തില്ല. ഈ റോഡാണെന്ന് വെച്ചാൽ ഒരു മഴ കൂടി പെയ്താൽ റോഡ് മൂടും, പിന്നെ വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടാണ്. കൽവർട്ടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൽവർട്ട് വല്ലാതെ വലുതായി കിട്ടിയ താഴത്തെ കൃഷിക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്കറിയാത്ത കാര്യമല്ല. അപ്പോൾ അതിന് ഞങ്ങൾ അത്ര ആവശ്യപ്പെടുന്നത് തോടിൻ്റെ സൈഡൊന്നും കൂടി ഉയർത്തി കെട്ടി വൃത്തിയാക്കി തോടിൻ്റെ സൈഡ് ഒന്ന് ഒഴിഞ്ഞു വിട്ടാൽ അത് ശരിയാവും, കുറേയൊക്കെ ശരിയാവുമെന്നാണ് ഇവിടുത്തെ കർഷകരുടെ അഭിപ്രായം വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്വന്തം കാര്യം അല്ല, ഇത് പൊതുകാര്യമല്ലേ. പൊതുകാര്യം അപ്പോൾ ഇവിടെ ചേന നട്ടുണ്ട് വെട്ടത്ത് രാധാകൃഷ്ണൻ. അയാളിപ്പോൾ പാടശേഖരത്തിൻ്റെ ചുമതലയൊക്കെ ഉണ്ട് അയാൾക്ക്. പക്ഷേ ഇത് പറ്റ മൂടിയിട്ടാക്കുക, അതിപ്പോൾ ഇനി പറിക്കാണ്ടാവുക എന്നുള്ള കാര്യം അറിയില്ല. അതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് അവസ്ഥ. വാഴയൊക്കെ ഒടിഞ്ഞിട്ട് കിടക്കുന്നത്. എൻ്റെ 2-3 വാഴകൾ ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ശരിക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി, സർക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്ന് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി വളരെ ഗൗരവപൂർവ്വം ആവശ്യപ്പെടുകയാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.